ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിന്റെ 950 ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷം വരുന്ന 7ാമത്തെ ഞായറാഴ്ചയാണ്. ഇന്നത്തെ വിശുദ്ധ ഏവങ്കേലിയോൻ ഭാഗം ശുദ്ധമുള്ള മർക്കോസ് 3-ാം അധ്യായം 20 മുതൽ 30 വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ്. യേശുവിനെ കേൾക്കുവാനും യേശുവിനെ കാണുവാനും സൗഖ്യം പ്രാപിക്കുവാനും ഒക്കെ ജനമെല്ലാം അവന്റെ അടുക്കൽ തിങ്ങിക്കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നന്മ കാണുവാനായിട്ട് ആഗ്രഹിക്കാത്ത ചില ആളുകൾ, നന്മയെ അംഗീകരിക്കുവാൻ സാധിക്കാത്ത ആളുകൾ യേശുവിനെതിരായിട്ട് പിറുപിറുക്കുന്നത് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. യേശുവിന്റെ സ്വന്തം ചാർച്ചക്കാർ പറഞ്ഞു അവന് ബുദ്ധിഭ്രമമുണ്ട് എന്ന്. ശാസ്ത്രിമാർ പറഞ്ഞു അവനിൽ ബെയൽസെബൂൽ ഉണ്ട് എന്ന്. ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ് അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്ന്. യേശു തമ്പുരാൻ തക്കതായ മറുപടി അവർക്ക് നൽകുന്നുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് ഇങ്ങനെ പറയുകയാണ്, പരിശുദ്ധാത്മാവിന് എതിരായിട്ടുള്ള ദൂഷണം ക്ഷമിക്കപ്പെടുകയില്ല. അവർക്കൊക്കെ നിത്യമായ ശിക്ഷ അനുഭവിക്കേണ്ടതായി വരും എന്ന്. സത്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും അതിനെ അംഗീകരിക്കുവാനായിട്ട് സാധിക്കാതെ അതിന് എതിരായിട്ട് നിൽക്കുന്ന വലിയ ഒരു പാപമാണ് അവർ ചെയ്തത്. യേശു തമ്പുരാനിൽ ബെയൽസെബൂബുണ്ട് എന്ന് അവര് പറഞ്ഞിരുന്നു. 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാമത്തെ തിരുവചനത്തിൽ നാം കാണുന്നത് ഇങ്ങനെയാണ്, പാപം ചെയ്യുന്നവനെല്ലാം പിശാചിന്റെ മകനാകുന്നു എന്ന്. യേശു തമ്പുരാൻ ചെയ്ത ദൈവികമായ പ്രവർത്തനങ്ങളൊക്കെയും പിശാചിന്റെ സഹകരണത്തോടെ ചെയ്തതാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള വെമ്പലായിരുന്നു അക്കൂട്ടർക്ക് എല്ലാവർക്കും. നമ്മുടെ ഇടയിലും ഇത്തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മറ്റുള്ളവരിലെ നന്മകളെ കാണുവാനായിട്ട് സാധിക്കാതെ അവരിലുള്ളതായ കുറവുകൾ എന്താണ് എന്ന് പെരുപ്പിച്ച് കാണിക്കുവാനായിട്ട് വ്യഗ്രത കൊണ്ട് നടക്കുന്ന ആളുകൾ, അസൂയ പൂണ്ടിട്ട് മറ്റുള്ളവരുടെ നേട്ടങ്ങളെയും കഴിവുകളെയും നല്ല പ്രവൃത്തികളെയും ഒക്കെ അംഗീകരിക്കുവാനായിട്ട് സാധിക്കാത്ത ആളുകൾ. പ്രിയമുള്ളവരെ, യേശു തമ്പുരാനെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. യേശു തമ്പുരാനെ അംഗീകരിക്കുവാനും യേശുവിൽ ആഴത്തിൽ വിശ്വസിക്കുവാനും അവന്റെ പിന്നാലെ പോകുവാനും നമുക്ക് സാധിക്കണം. ഒപ്പം നന്മ പ്രവൃത്തികളുടെ കൂട്ടാളികളാകുവാനും നന്മ ചെയ്യുന്നവരോട് ചേർന്ന് നിൽക്കുവാനും നന്മ പ്രവൃത്തികൾക്ക് പ്രോത്സാഹനം നൽകുവാനും ഒക്കെ നമുക്ക് സാധിക്കണം. അങ്ങനെ ക്രിസ്തുവിന്റെ മക്കളായി ജീവിക്കുവാനുള്ള ഭാഗ്യം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.